ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ചുപേർ അതൊക്കെ കണ്ടു. ഇനിയും വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇനിയും വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഈ മൂവി എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഞാനാണ് ഇപ്പൊ അതിന്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്, എന്റെ വൈഫാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ കിട്ടുന്ന സമയമാണ് ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഈ ചാനലിൽ ആ വ്ളോഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അത് പിന്നീട് ചാനലിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ചാനൽ തുടങ്ങാനാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ചാനലിൽ എന്ത് പേരാണ് ഇടേണ്ടത് എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് കൊറിയയിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. ഒരു ദിവസം രാത്രി സുയോൺ എന്ന പേരുള്ള ഒരു പെണ്ണ് അവിടുത്തെ ഒരു പാലത്തിന്റെ മുകളിലൂടെ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ടെൻഷനിലാണ് അവൾ നടക്കുന്നത് എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ അവൾ ആ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ അവളുടെ മുന്നിലേക്ക് വരുന്നത്. കുറച്ചു സമയം ആ കാറിലുള്ള ആളും സുയോണും തമ്മിൽ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് നമ്മുടെ മച്ചാനെയാണ്. കിം ചുൾ എന്നാണ് ഇവന്റെ പേര്. ഇവനൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ PT ടീച്ചറായിട്ട് പല സ്കൂളുകളിലും ഇവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടുത്തെ ഒരു മത്സരത്തിൽ അർഹിക്കപ്പെട്ട ആൾക്കല്ല ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ സ്കൂളിലെ ആൾക്കാർ തന്നെ കാശ് മേടിച്ചിട്ട് വേറൊരു കുട്ടിക്കാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മച്ചാൻ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ചോദ്യം ചെയ്യലിന്റെ ഇടയിൽ ചില കയ്യാങ്കളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ വന്നോണ്ട് തന്നെ സ്കൂളിന്റെ ആൾക്കാരൊക്കെ കിമ്മിന് ആ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാണ്. ഇതിപ്പോ പലതവണയായി ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കിമ്മിനെ പറഞ്ഞു വിടുന്നത്. എങ്കിലും കുറെ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അവനൊരു ജോലി കിട്ടി. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാമത്തിലാണ്. അവിടേക്കാണ് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കിമ്മിന്റെ കല്യാണം കഴിഞ്ഞാണ്. പക്ഷെ ഈ കഥയിൽ അയാളുടെ ഭാര്യയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് അവൻ ഓരോരോ ഉപദേശങ്ങൾ കൊടുക്കും. ഇപ്പോഴും അവൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഇപ്പൊ ഒരു 10-20 സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. നീ വെറുതെ എന്തിനാണ് നാട്ടുകാരെ നന്നാക്കാൻ പോകുന്നത്? നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയ പോരെ. ദയവ് ചെയ്ത് ഈ സ്കൂളിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ കുറെ പോയി അവനിപ്പോ ആ പാലത്തിന്റെ അടുത്തെത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ അവന്റെ കാറ് പഞ്ചറായി പോവാണ്. അങ്ങനെ അവൻ വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വർക്ക്ഷോപ്പിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ അവിടെ വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ശ്രദ്ധിക്കുന്നത്. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ പെൺകുട്ടിയാണ്. അവള് മിസ്സിംഗ് ആണ്. അതിനെക്കുറിച്ചുള്ള പോസ്റ്ററാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ പോസ്റ്ററുകളിലാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെയോ കുത്തി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഇത്രയ്ക്ക് കണ്ണിച്ചോറില്ലാത്തവന്മാരാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ കുത്തി വരഞ്ഞൊക്കെ മായ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തി. അവന്റെ വണ്ടി ഇപ്പോൾ കെട്ടി വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കിം ആണെങ്കിൽ ആ വർക്ക്ഷോപ്പിൽ ആളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ചോദിക്കുന്നതിനൊന്നും അയാൾ മറുപടി ഒന്നും പറയുന്നില്ല. അത് കാണുമ്പോൾ ഓ, എന്തൊരു നാടാണിത്, ഒറ്റൊരുത്തൻ ഫ്രണ്ട്ലി മൈൻഡ് അല്ലല്ലോ എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അവൻ എന്തൊക്കെയോ പ്രകടന ജാതിയൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നും അവിടെ എന്തോ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ അതിനെക്കുറിച്ചിട്ടും ആ ഡ്രൈവറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ അതിനും മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ കാറ് വർക്ക്ഷോപ്പിൽ എത്തിച്ചതിന് ശേഷം അതിന്റെ പണി തീരാൻ വേണ്ടി അവനോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കാഴ്ച കാണുന്നത്. 2-3 പെൺകുട്ടികൾ എന്തൊക്കെ പറഞ്ഞ ഒച്ചമൂലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പെണ്ണിന്റെ പേര് യൂജിൻ എന്നാണ്. ആ കാണാതായ പെൺകുട്ടി ഉണ്ടല്ലോ, സുയോൺ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ യൂജിൻ. അവിടെ നേരത്തെ കുറെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ആ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ യൂജിനാണ്. അതിന്റെ മെയിൻ കാരണം അവളെ കാണാതായിട്ട് കുറെ ദിവസങ്ങളായി. പോലീസിലൊക്കെ അതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് പോലീസുകാരൊന്നും ആ ഒരു കാര്യത്തിന് മൈൻഡ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും ഇപ്പോൾ ഇലക്ഷന്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഒന്ന് ബോധം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവൾ ആ പോസ്റ്ററുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ചത്. എന്നാൽ ഇപ്പൊ അവളുടെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടികളൊക്കെ ആ പോസ്റ്റർ വലിച്ചു കീറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനവർ കാരണം പറയുന്നത് ആ സുയോൺ ഒരു വൃത്തികെട്ട പെണ്ണാണ്, അവൾ തോന്നിയ പോലെ നടന്നിട്ടുണ്ടാവും, അതിനിവിടെ ഇങ്ങനെ പോസ്റ്റർ ഒന്നും ഒട്ടിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടികളൊക്കെ അത് കീറിക്കളഞ്ഞത്. യൂജിൻ ഇപ്പോൾ ആ കാര്യത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പ്രശ്നത്തിലേക്ക് നമ്മുടെ മച്ചാനും ഇടപെടുകയാണ്. നിങ്ങൾ പെൺകുട്ടികളല്ലേ, എന്തിനാണ് ഇവിടെ കിടന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കിം അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ അത് ചോദിക്കാൻ താൻ ആരടോ, താൻ തന്റെ പണി നോക്കി പോകാൻ നോക്ക് എന്നാണ് യൂജിൻ അതിന് മറുപടി പറയുന്നത്. കിം ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. ഈ പോലീസുകാരന്റെ മുൻപത്തെ ഒരു ട്രെയിനർ ആയിരുന്നു ഈ കിം. അവരിപ്പോ ഒരുപാട് കാലമായി പരസ്പരം കണ്ടിട്ട് ഇപ്പൊ കിം ഈ ഗ്രാമത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് വീണ്ടും കാണാൻ പറ്റിയത്. ആ ഒരു പരിചയം പുതുക്കാനാണ് ആ പോലീസുകാരൻ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ പോലീസുകാരന്റെ പേര് ഡോങ്ജെ എന്നാണ്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് പിരിയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ യൂജിൻ നേരെ പോകുന്നത് കാണാതായ സുയോന്റെ വീട്ടിലേക്കാണ്. അവൾക്കൊരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ.
സുയോൺ ആയിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവള് മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് യൂജിനാണ്. അങ്ങനെ ആ വീട്ടിലെത്തിയതിനു ശേഷം യൂജിൻ നേരെ പോകുന്നത് സുയോന്റെ റൂമിന്റെ അകത്തേക്കാണ്. അവൾ അവിടെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രശലഭങ്ങളെ സുയോണിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും പൂമ്പാറ്റകളുടെ ചിത്രമാണ് വരയ്ക്കാറുള്ളത്. വളരെ സങ്കടത്തോടെ അതിലേക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവള്. ഈ സമയം പണ്ടുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് അവൾ ഓർക്കുന്നുണ്ട്. എന്തിനാണ് നീ ഇങ്ങനെ ചിത്രശലഭങ്ങളെ വരയ്ക്കുന്നത് എന്നാണ് അന്ന് യൂജിൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ ചിത്രശലഭങ്ങളാണ് ഏറ്റവും സ്വതന്ത്രരായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിത്രശലഭങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പോലെ തന്നെ നമുക്കും പാറി പറന്ന് നടക്കാൻ സാധിക്കണം എന്നിങ്ങനെയുള്ള സാഹിത്യപരമായിട്ടുള്ള രീതിയിലായിരുന്നു അവൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് യൂജിൻ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം യൂജിനും സുയോണും ഇരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡും കാണുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ആ കാർഡ് എടുത്ത് നോക്കുകയാണ്. ജാനൂസ് എന്ന ബാറിന്റെ വിസിറ്റിംഗ് കാർഡാണത്. അവിടെയായിരുന്നു ഈ സുയോൺ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂജിൻ ആ കാർഡും എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സമയം രാത്രിയിൽ നമ്മുടെ മച്ചാൻ ഇപ്പോ പഞ്ചിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുറത്തുനിന്നൊരു ബഹളം കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണുന്നത്. അതെല്ലാം കാണുമ്പോൾ എന്തൊരു നശിച്ച നാടാണിത് എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് വില്ലന്റെ ഗ്യാങ്ങിനെയാണ്. ഇവിടെയുള്ള പല ബാറുകളിലേക്കും സപ്ലൈ ചെയ്യുന്നത് ഇയാളാണ്. മാത്രമല്ല പ്രായം കുറഞ്ഞ പല പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ട് VIP-കൾക്ക് സപ്ലൈ ചെയ്യുന്നത് ഇവന്റെ മറ്റൊരു ജോലിയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ അയാൾക്ക് അവിടെ നിന്നൊരു കോള് വന്നിരിക്കുകയാണ്. ഈ പെണ്ണ് ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്നും കേൾക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നോക്കു മാൻ, എനിക്കിതിനൊന്നും അധികം സമയമില്ല. നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ ഞാൻ പിടിക്കാൻ പറഞ്ഞത്. അയാൾ ഇപ്പൊ വരും. അതിനു മുമ്പേ ആ പെണ്ണിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി റെഡിയാക്കി നിർത്തിക്കോ, എനിക്കിതിലൊന്നും ഇടപെടാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ബോസ് ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം തന്നെ യൂജിൻ ആണെങ്കിൽ ഒരു സ്ഥലത്തോട് അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ അറിയാതെ ഒരു മുഖംമൂടിയിട്ട് മനുഷ്യനും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അവളെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവൾ ഒരു ബസ്സിനകത്ത് കയറി പോവാണ്. അങ്ങനെ ആ ബസ്സിനകത്ത് ഇരിക്കുമ്പോൾ അവൾ ആ മുഖംമൂടിക്കാരനെ കാണുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിമ പോലെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇതാണ് ആ സ്കൂൾ. ഇവിടെയാണ് കിം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ഇവിടുത്തെ ജിം ട്രെയിനർ ആയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ആ ഒരു ജോലി മാത്രമല്ല, അവിടുത്തെ കുട്ടികളൊന്നും ട്യൂഷൻ ഫീസ് മര്യാദയ്ക്ക് അടയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് സമയത്ത് വാങ്ങി വെക്കണം. ആ ഒരു ജോലിയും കൂടെ പ്രിൻസിപ്പാൾ കിമ്മിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രിൻസിപ്പൾ അവനെയും കൂട്ടി നേരെ പോകുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ്. അതിനുശേഷം അവിടെയുള്ള ടീച്ചേഴ്സിനൊക്കെ അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്കൂളിൽ ഒരു ആർട്ടിന്റെ ഒരു സാറുണ്ട്. അവന്റെ പേര് ജീസങ് എന്നാണ്. അയാളുടെ അടുത്തായിട്ടാണ് കിമ്മിന്റെ സീറ്റ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. യൂജിൻ ഇപ്പോ ആ ജാനൂസ് എന്ന ബാറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. രണ്ട് പെൺകുട്ടികൾ അതിലെ ഓടി വരുന്നുണ്ട്. പെട്ടെന്നാണ് അതിലൊരു പെൺകുട്ടി കിമ്മിന്റെ ശരീരത്തിൽ ചെന്ന് ഇടിക്കുന്നത്. പാറയിലാണല്ലോ ചെന്ന് ഇടിച്ചത്. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് തലയും കുത്തി മറിഞ്ഞു വീഴാണ്. അത് കാണുമ്പോൾ കിം ആണെങ്കിൽ അവരുടെ അടുത്തൊരു സോറി ഒക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല. താനൊന്ന് പോയടൊന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ സമയം ഉച്ചയായി. പിള്ളേരെല്ലാം ക്യാൻറ്റീനിൽ കൂടിയിട്ടുണ്ട്. ഇതാണ് ആ പൈസ പിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. കാരണം എല്ലാവരും ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ കിമ്മിനെ സംബന്ധിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നത്. അവിടുത്തെ പെൺപിള്ളേരെ ഒന്നും അവൻ അറിയത്തില്ല. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് വേണം ആ പിള്ളേരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ. അങ്ങനെ ആ പണിയാണ് അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ സ്കൂളിന്റെ ചെയർമാൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ കിം നേരെ അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ പ്രിൻസിപ്പാൾ ആണെങ്കിൽ കിമ്മിനെ ചെയർമാനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യൂജിൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാണ് ആ തടിയൻ എന്നാണ് യൂജിൻ അവളുടെ ഒരു ഫ്രണ്ടിനെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിനക്ക് അറിയത്തില്ലേ, അതാണ് നമ്മുടെ പുതിയ PT സാറ് എന്നാണ് ആ പെണ്ണ് അതിന് മറുപടി പറയുന്നത്. PT സാറോ? അയാളെ കണ്ടിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് ഉണ്ടല്ലോ, യൂജിൻ വളരെ ആശ്ചര്യത്തോടെ പറയുന്നു. അങ്ങനെ ലഞ്ച് ടൈമിന് ശേഷം കിം നേരെ പോകുന്നത് യൂജിന്റെ അടുത്തേക്കാണ്. അവളും കുറെ കാശ് അടയ്ക്കാനുണ്ട്. നീ എന്താണ് ഈ മാസത്തെ ട്യൂഷൻ ഫീസ് അടയ്ക്കാത്തത്? അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേഗം അടയ്ക്കാൻ നോക്ക് എന്നൊക്കെയാണ് അവനിപ്പോ യൂജിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടയ്ക്കാത്തത്. ഇനി ഇത് കാരണം എനിക്ക് പഠിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഈ സമയം കിം ആണെങ്കിൽ സുയോണിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ സുയോൺ നിന്റെ ഫ്രണ്ട് അല്ലേ? അവൾക്ക് ഒരുപാട് പൈസ ഡ്യൂ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോ അവൾ ഇങ്ങോട്ട് വരാറില്ല എന്ന് അറിഞ്ഞു. അവൾ എവിടെ പോയതാണ്? ഒളിച്ചോടിയതാണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന യൂജിൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഒളിച്ചോടിയെന്നോ? നിങ്ങൾ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത്. അവൾ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ഒറ്റൊരുത്തനും അവളുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. എങ്കിലും ഞാൻ ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. അവൾ എവിടെ പോയതാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യൂജിൻ അവിടെ നിന്ന് നടക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഒശോശോ, ഇവിടുത്തെ പെൺപിള്ളേർക്കൊക്കെ എന്തൊരു ദേഷ്യമാണ് എന്നൊക്കെയാണ് കിം ഇങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ ഇപ്പോ യൂജിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നോട്ടീസ് ബോർഡിലും കാണാതായ സുയോന്റെ ഫോട്ടോ അവൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ വൈസ് പ്രിൻസിപ്പൾ അവളെങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതെല്ലാം കേൾക്കുമ്പോൾ ഇതൊന്നും എന്റെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അവളെ കാണാതായിട്ട് നിങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു വേവലാതിയും ഇല്ലല്ലോ. പക്ഷെ എനിക്കിത് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് കിമ്മു അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവനെ മൈൻഡ് ചെയ്യാതെ അവളാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് കിമ്മ ബാത്റൂമിൽ നിൽക്കുമ്പോൾ അവനൊരു കാഴ്ച കാണാണ്. ഇപ്പൊ സ്കൂൾ ടൈമാണ്. അതിനിടയിൽ യൂജിൻ ആ മതില് ചാടി അവിടെ നിന്ന് പോകുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ സമയം വൈകുന്നേരമായി. കിം ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവൻ ഈ പാവകളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടുത്തെ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട് ഒരു പാവയെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് യൂജിന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ആ ബാറും അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ പാവേനൊക്കെ എടുത്തതിന് ശേഷം കിം നേരെ പോകുന്നത് അവിടെ നടക്കുന്ന ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്കൂളിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, അയാൾ ഗവർണറായിട്ട് മത്സരിക്കുന്നുണ്ട്. അയാളുടെ ഒരു പ്രസംഗമാണ് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കിം അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ യൂജിനെ ശ്രദ്ധിക്കുന്നത്. അവളിപ്പോ നേരെ ആ ബാറിലേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ അവൾ ആ ബാറിന്റെ അകത്തെത്തി. ഈ സമയം ബാറിലെ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ സുയോണിനെ കണ്ടിരുന്നോ എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള സംസാരത്തിൽ സുയോൺ അവർക്ക് അറിയാം എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നൊക്കെയാണ് അവർ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് കിം അങ്ങോട്ട് വരുന്നത്. അവൻ അവളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്ന കിം ആണെങ്കിൽ അവരെ ഓരോരുത്തരെയും തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാണുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരു ബഹളവും ഇല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാം. ഇനി ബഹളം ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റ ഒരുത്തൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കത്തില്ല എന്നാണ് കിം അവരുടെ അടുത്ത് പറയുന്നത്. അവൻ അത്രയും കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവന്മാര് പിന്നെ അവനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവരവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഗ്യാങ്ങിന്റെ ബോസ് അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കിം അവളുടെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്താണ് യൂജിനി കാണിക്കുന്നത്? ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെ പോലെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരാൻ പാടുണ്ടോ? എനിക്കറിയാം നീ നിന്റെ ആ ഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നീ ആരെങ്കിലും സഹായത്തിന് വിളിക്കണം, അല്ലാതെ ഒറ്റയ്ക്കല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ആ ബാറിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ട ഉടനെ തന്നെ സുയോണിനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് യൂജിൻ അവളുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല, ഇസുൽ മാഡത്തിനോട് ചോദിച്ചു നോക്ക്, അവരാണ് ഇവിടുത്തെ ലേഡി സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അവളതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ബോസും ടീമും കൂടെ ഇപ്പൊ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പെൺകുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ സിറ്റിയിലെ പ്രമുഖരായ ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പോലീസ് ഓഫീസേഴ്സ് വരെ ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ സമയം രാത്രിയെ കിം ഇപ്പൊ യൂജിനെയും കൊണ്ട് അവന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം യൂജിൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെണ്ണിനോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. സുയോന്റെ കാര്യം അവൾക്ക് അറിയാം, പക്ഷെ അവളത് നമ്മളോട് പറഞ്ഞില്ല. ആ ഇസുൽ മാഡത്തിന്റെ കാര്യം അവൾ പറഞ്ഞല്ലോ, നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കിക്കൂടെ എന്നൊക്കെയാണ് യൂജിൻ ചോദിക്കുന്നത്. നീ ഒന്ന് അടങ്ങ് യൂജിൻ, ഇപ്പൊ തന്നെ നേരം വൈകി, നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഒരു ഫ്രണ്ട് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് കിം അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുന്നിലെത്തി കഴിയുമ്പോൾ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. കിം ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവളിപ്പം നടന്ന് ഒരു പാലത്തിന്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ഒരു കാർ വന്ന് അവിടെ നിർത്തുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൾ നോക്കുമ്പോൾ അവളുടെ ഫോൺ അവളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ സമയത്താണ് ആ കാറിൽ നിന്നും ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് നേരത്തെ കണ്ട ആ മുഖമൂടിക്കാരനായിരുന്നു. വന്ന ഉടനെ തന്നെ അവൻ അവളെ പിടിക്കുകയാണ്. ഈ സമയം കിം നോക്കുമ്പോൾ അവന്റെ കാറിൽ കടന്നൊരു ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവൻ അത് എടുത്തു നോക്കുമ്പോൾ അത് യൂജിന്റെ ഫോണാണ്. അവൻ ഉടനെ തന്നെ യൂജിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ഈ സമയം ആ മുഖമൂടിയിട്ട മനുഷ്യനാണെങ്കിൽ യൂജിനെ അയാളുടെ കാറിൽ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിമ്മു അവിടെ എത്തി. എന്നാൽ കിമ്മിനെ കണ്ട ഉടനെ തന്നെ ആ മുഖമൂടിക്കാരനാണെങ്കിൽ യൂജിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കിം വേഗം ചെന്നിട്ട് യൂജിനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവളെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അവർ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വരുന്നത് നേരത്തെ ആ പാർട്ടിയിൽ കണ്ട പോലീസുകാരാണ്. അവർ നല്ല അടിച്ച് ഫിറ്റായിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ സുയോന്റെ കാര്യം യൂജിൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എത്ര ദിവസമായി സുയോൻ കാണാനില്ല എന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട്, എന്നിട്ട് ഇതുവരെ അതിനൊരു നടപടി നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇപ്പൊ ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് തീരട്ടെ, ഞങ്ങൾ അതിനുള്ള കാര്യം തീരുമാനമാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കിം നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ടായ ഡോങ് ജെയും ആ പോലീസ് ഓഫീസറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കിം നേരെ ഡോങ് ജെയുടെ അടുത്തേക്കാണ് പോകുന്നത്.
എന്ത് പോലീസുകാരാണ് അവിടെ ഉള്ളത്? എല്ലാം നല്ല അടിച്ച് ഫിറ്റാണല്ലോ. ഇവരെന്താണ് ഈ കേസ് ഒന്നും മര്യാദയ്ക്ക് അന്വേഷിക്കാത്തത്? ആ സുയോണെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് യൂജിൻ കുറെ ദിവസങ്ങൾക്ക് മുമ്പേ കംപ്ലൈന്റ് ചെയ്താണല്ലോ. എന്താണ് അതിനെതിരെ ഒരു നടപടി ഉണ്ടാവാത്തത് എന്നൊക്കെയാണ് കിം അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഇലക്ഷൻ നടക്കല്ലേ, അതുകൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ സുയോന്റെ കാര്യം, അവള് മിസ്സിംഗ് ആണ് എന്ന കേസ് ഫയൽ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം അവളുടെ ഫാമിലിയിൽ നിന്നും ആരും ഇതുവരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പുറത്തു നിന്നുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാത്തതാണ്. വെറുതെ ഇതിലൊന്നും തലയിടാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് ഡോങ്ജെ പറയുന്നത്. എന്നാൽ കിം ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ നേരെ പോകുന്നത് സുയോന്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവരെ കൊണ്ടൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഡോങ്ജിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കംപ്ലൈന്റ് ആയല്ലോ, ഇനി എത്രയും പെട്ടെന്ന് ഈ സുയോൺ എങ്ങനെയാണ് മിസ്സിംഗ് ആയതെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിം അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സുയോണിനെ കുറിച്ചാണ് അവൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഈ സുയോന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കാറുണ്ട്. മാത്രമല്ല അവൾ വർക്ക് ചെയ്യുന്നത് ആ ബാറിലാണ്. ആ ബാറിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളൊന്നും അത്ര നല്ലതല്ല. അതൊക്കെ കൊണ്ടായിരിക്കും അവൾ ഒളിച്ചോടിയത് എന്നൊരു മറുപടിയാണ് ആ ലേഡി പറയുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യൂജിൻ അങ്ങോട്ട് വരുന്നത്. അത് ആ മേഡത്തിനെ കാണാനാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവളെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഇപ്പോഴും ഇതിന്റെ പുറകെ തന്നെയാണോ? നിനക്കെന്തോ ഒരു പേടിയുമില്ലേ? ഈ സുയോന്റെ കാര്യം ഇവിടുത്തെ പോലീസുകാർ നോക്കിക്കോളും. നിന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് കിം അവളുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ കരുതിയത് നിങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തനാണെന്നാണ്. പക്ഷെ നിങ്ങളും എല്ലാരെ പോലെ തന്നെയാണ്. നിങ്ങളുടെ മകളാണ് മിസ്സായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യാൻ പോകുന്നത്? എനിക്കറിയാം ആരും അവളെ കണ്ടെത്താൻ താല്പര്യം കാണിക്കത്തില്ല എന്ന്. നിങ്ങൾ ചെല്ല്, വേഗം പോയി പൈസ പിരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ വിഷമത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ യൂജിൻ ആണെന്നുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെ അവിടെയുള്ള ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ആർട്ടിന്റെ മാഷായ ജീസങ് അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. കിം നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് ആരോ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതാരാണെന്ന് നോക്കാൻ വേണ്ടി അവൻ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അത് 3 പെൺപിള്ളേരായിരുന്നു. അവൻ അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും സിഗരറ്റ് വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഈ സമയം കിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവൻ ആ ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ചെക്കിങ്ങിനിടയിലാണ് അവൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാമറ ആണെന്ന്. അത് കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഉടനെ തന്നെ അവൻ ആ ക്യാമറ എടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് പ്രിൻസിപ്പൾ അവനെ വിളിപ്പിക്കുന്നത്. അയാൾ നല്ല ദേഷ്യത്തിലാണ്. ആ സുയോണ അന്വേഷിക്കാൻ വേണ്ടി അവനാണല്ലോ പോലീസിൽ പരാതി കൊടുത്തത്. ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വേറെയുള്ള ആളുകൾ നോക്കിക്കോളും. വെറുതെ ഇനി ഇതിൽ ഇടപെടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ജോലി ഞാൻ കളയും എന്നൊക്കെയാണ് പ്രിൻസിപ്പൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം അവൻ ആ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കുറെ പെൺപിള്ളേർ ബാത്റൂമിൽ പോകുന്നൊക്കെ അതിൽ റെക്കോർഡായിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അതായത് ആ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ആർട്ടിന്റെ മാഷായ ജീസങ് ആണ്. അത് മനസ്സിലായ ഉടനെ തന്നെ അവൻ ജീസങ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ഈ ഒരു സമയത്ത് അവൻ അവിടെ കാണുന്നില്ല. പക്ഷെ അവന്റെ ലാപ്ടോപ്പ് ഓണാണ്. കിം അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആ ജീസങ് ചില പെമ്പിളാരുമായിട്ട് നടത്തിയ ചാറ്റാണ് അതിൽ കാണുന്നത്. അതിലൊന്ന് യൂജിൻ തന്നെയാണ്. ഇപ്പൊ കുറച്ചു മുമ്പേ അവൾ അവന് മെസ്സേജ് അയച്ചിട്ടുള്ളൂ, എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാമോ, ഞാൻ ഇവിടെ സിറ്റിയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവൻ സുയോണുമായിട്ട് ചാറ്റ് ചെയ്ത് അവൻ കാണുന്നത്. അതിൽ സുയോൺ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രശ്നത്തിലാണ്, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവള് കാണാതായതിൽ ജീസങ്ങിന് പങ്കുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ഇതേ സമയം തന്നെ ജീസങ് ആണെങ്കിൽ യൂജിനെയും പിക്ക് ചെയ്തിട്ട് അവന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കിം അവളെ വിളിക്കുന്നത്. നീ ഇപ്പൊ ആ ജീസങ്ങിന്റെ കൂടെയാണ് എന്ന കാര്യം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ആ ജീസങ്ങിനെ നീ വിശ്വസിക്കരുത്. സുയോണിനെ കാണാതായ ദിവസം അവനാണ് അവളെ അവസാനം കണ്ടത്. അവളെ കാണാതായതിൽ അവൻ എന്തോ പങ്കുണ്ട്. നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടാണ് പോണതെങ്കിലും ആ സ്ഥലം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കിം ഫോൺ കട്ട് ചെയ്യാണ്. അവനാ പറഞ്ഞൊക്കെ കേട്ട് അവൾക്ക് ശരിക്കും ടെൻഷൻ ആയിട്ടുണ്ട്. ഈ സമയത്താണ് അവൾ അവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നമുക്ക് പോയേണ്ട റൂട്ട് ഇതല്ലല്ലോ, ഇതെന്താണ് ഈ വഴി പോകുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ വീട്ടിലൊന്ന് പോകണം, ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവളാണെങ്കിൽ നൈസായിട്ട് കിമ്മിന് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ജീസങ്ങിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ കാറിന്റെ കീ ചെയിൻ സുയോന്റെ കീ ചെയിൻ ആണ്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അവൾ നിങ്ങൾക്ക് തന്നതാണോ എന്നൊക്കെയാണ് യൂജിൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സുയോന്റെ കാര്യം ഇപ്പൊ നീ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ജീസങ് അതിന് മറുപടി പറയുന്നത്. എന്നാൽ അവളാണെങ്കിൽ അത് വിടുന്നില്ല. അവൾ വീണ്ടും വീണ്ടും സുയോനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജീസങ് ആണെങ്കിൽ ഒറ്റയടിക്ക് അവളെ ബോധം കെടുത്തുകയും ചെയ്യുന്നു.
അങ്ങനെ അവൻ അവളെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അവളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, സുയോൺ മിസ്സിംഗ് ആയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെയാണ് അവൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് കിം അങ്ങോട്ട് വരുന്നത്. ഒറ്റയിട്ടിക്ക് അവൻ അവിടുത്തെ വാതിലൊക്കെ പൊളിച്ചു കളയാണ്. അതിനുശേഷം അകത്തേക്ക് കയറി ചെന്നിട്ട് ജീസങ്ങിന്റെ മൂന്തക്കെട്ടൊന്ന് കൊടുക്കുന്നു. എന്നിട്ട് അവനെ ഇടിച്ച് നിലത്തിട്ടിട്ട് അവന് ശരിക്കും തെറി പറയാൻ തുടങ്ങി. എടാ, ഒരു അധ്യാപകന് ചേർന്ന പണിയാണോ നീ ചെയ്യുന്നത്? പെമ്പിള്ളാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെക്കുന്നത്? സത്യം പറഞ്ഞോ, സുയോൺ മിസ്സിംഗ് ആയാൽ നിനക്കും പങ്കില്ലേ? ഈ ഫോൺ എങ്ങനെയാണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് നിനക്ക് അവളുടെ ഫോൺ കിട്ടിയത് എന്നൊക്കെയാണ് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ കാര്യം നിങ്ങൾ ആരോടും പറയരുത്, അതെന്റെ കരിയറിനെ ബാധിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുയോണെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് രാത്രി അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ അവളെ ചെന്നിട്ട് പിക്ക് ചെയ്തതുമാണ്. ഈ പിക്ക് ചെയ്യുന്ന സീനാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അവളുമായിട്ട് പോകുന്നതിനിടയിൽ അവൾ എന്തോ ഒരു പ്രശ്നത്തിലാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ മുറിവ് പറ്റി ചോരയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറെ പോയി ഒരു പെട്രോൾ പമ്പിൽ എത്തിയതിനു ശേഷം അവൾ എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ പിക്ക് ചെയ്യാൻ ഇപ്പൊ മറ്റൊരാൾ വരും, ഇനി നിങ്ങൾ പോയിക്കോ എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞാൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് തന്നെ പോയി. എന്നാൽ ഞാൻ നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പെട്രോൾ പമ്പിലെ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാത്റൂമിനകത്തും കയറി ചെക്ക് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ഈ ഫോൺ എനിക്ക് കിട്ടിയത്. ആ ബാത്റൂമിനകത്ത് അവൾ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ജീസങ് ഇപ്പോ കിമ്മിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥയായിട്ട് കിമ്മിന് ഫീൽ ചെയ്തിട്ടില്ല. അവൻ ഉടനെ തന്നെ ജീസങ്ങിനെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. അതിനുശേഷം സുയോന്റെ ഫോണും അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൾ മിസ്സിംഗ് ആയതിൽ ഇവനും പങ്കുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, അവളുടെ ഫോണിൽ അവസാനത്തെ കോൾ ആരുടേതാണെന്ന് നോക്ക്. അതിൽ നിന്നും അവൾ എങ്ങനെയാണ് മിസ്സായത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെയാണ് അവൻ ആ പോലീസുകാരനോട് പറയുന്നത്. ഇത് നേരത്തെ ആ വില്ലന്മാരുടെ കൂട്ടത്തിൽ കണ്ട പോലീസുകാരനാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അവനെ ഞങ്ങളെ ഏൽപ്പിച്ചല്ലോ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കിമ്മിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതിനിടയിൽ പുള്ളിക്ക് ഏതോ ഒരു കോളൊക്കെ വരുന്നുണ്ട്. വളരെ വെപ്രാളത്തോടെയാണ് അയാൾ അത് അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കിം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കിങ് നേരെ ഡോങ്ജിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ പോലീസുകാർ എന്തായാലും സുയോൺ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് കിമ്മിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഡോങ്ജിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ഫോൺ റെഡി ആയി കഴിഞ്ഞാൽ അതിൽ ആരാണ് അവസാനം വിളിച്ചത് എന്ന് നീ കണ്ടെത്തണം, എന്നിട്ട് അത് എന്റെ അടുത്ത് നീ പറഞ്ഞു തരണം എന്നൊരു നിർദ്ദേശം അവന് കൊടുത്തിട്ടാണ് കിം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ പോലീസുകാരനിപ്പോ നമ്മുടെ ബോസിനെ വിളിച്ചിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സുയോന്റെ മിസ്സിംഗ് കേസ് ഒതുക്കിയതായിരുന്നു, പക്ഷെ അത് വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അവരുടെ സ്കൂളിൽ ആ ജിം ട്രെയിനർ ഉണ്ടല്ലോ, അയാൾ അതിനുള്ള ഒരു തെളിവൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ആ പോലീസുകാരൻ പറയുന്നത്. അതെല്ലാം കേട്ട് ബോസ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഉടനെ തന്നെ കിമ്മിന്റെ പണി തീർക്കണം എന്നാണ് അയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോൺലി അല്ലേ, നടന്നു തന്നെ. അങ്ങനെ ബോസ് നേരെ പോകുന്നത് ആ സ്കൂളിന്റെ ചെയർമാനെ കാണാനാണ്. ഇയാളും ഇതിലൊരു കണ്ണിയാണ്. കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് അതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയർമാൻ അവന്റെ മൂന്തക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. സംഭവം വഷളായതുകൊണ്ട് തന്നെ ചെയർമാൻ ഇപ്പൊ പോലീസ് കമ്മീഷണറെ കൂടെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ ഈ കേസിനെ കുറിച്ച് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി യൂജിൻ ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ആ മുഖമൂടിക്കാരൻ അവിടെ തന്നെയുണ്ട്. അയാൾ ഇപ്പോഴും അവളുടെ പുറകെ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്റർനെറ്റിൽ മൊത്തം ഇപ്പോൾ ആ ജീസങ്ങിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ കാരണമാണ് സുയോൺ മിസ്സിംഗ് ആയത്, അയാൾ സ്കൂളിലെ ബാത്റൂമിൽ ക്യാമറ വെച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റർനെറ്റിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ സ്റ്റാഫും കാണുന്നുണ്ട്. അത് ഇന്റർനെറ്റിൽ സ്പ്രെഡ് ആവാൻ കാരണം യൂജിനാണ് എന്ന കാര്യം കിമ്മിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യം അവളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുയോൺ എവിടെയാണ് പോയത് എന്ന് എനിക്ക് കണ്ടെത്തണം, അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും എന്നൊരു മറുപടിയാണ് അവൾ കിമ്മിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വഷളായി. ഇതിനെല്ലാം കാരണം കിമ്മാണ് എന്നാണ് സ്കൂളിലെ ചെയർമാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിന്ന് അയാൾ കിമ്മിനെ പറഞ്ഞുവിടാണ്. അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് തന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ആ ഡോങ് ജെ കിമ്മിനെ വിളിക്കുന്നത്. ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അയാൾക്കും പറയാനുണ്ടായിരുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞത് പ്രകാരം കിം നേരെ ഒരു ഡാമിന്റെ അടുത്തേക്കാണ് പോകുന്നത്. സുയോന്റെ ബോഡി അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പോലീസുകാരെല്ലാം അത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും യൂജിനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് മരിച്ചു കണ്ട് അവളാണെങ്കിൽ ശരിക്കും വിഷമത്തിലാണ്. ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് കിം അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിം അവളെയും കൂട്ടി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. സുയോൺ മരിച്ചു എന്നറിഞ്ഞ ഷോക്കിൽ മുത്തശ്ശി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കിം യൂജിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ ഡോങ് ജെ ആണെന്നുണ്ടെങ്കിൽ കിം പറഞ്ഞതുപോലെ അവളുടെ ഫോൺ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അയാൾ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത് CCTV ക്യാമറ വഴി നേരത്തെ കണ്ട പോലീസുകാരൊക്കെ കാണുന്നുണ്ട്. ഈ സമയം ചെയർമാൻ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ചീഫിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ വഷളായിരിക്കുകയാണ്.
ഇനി ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ കൂടെ കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്ക് ചീഫ്, നിങ്ങൾ ഈ പൊസിഷനിൽ എത്താൻ കാരണം ഞാനാണ്. എന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളെ താഴെ ഇറക്കാനും എനിക്കറിയാം. മാത്രമല്ല ഈ കേസിൽ ഞാൻ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ കൂട്ടത്തിൽ പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയർമാൻ ഇപ്പൊ അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഡോങ്ജെ ഇപ്പൊ കിമ്മിനെ വിളിച്ചിരിക്കുകയാണ്. അയാൾ ആ ഫോണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നും ഇസുൾ എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. സുയോൺ വളരെ വിഷമിച്ചിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യമാണ് ആ ഇസുളിന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത് തിരക്കി കഴിഞ്ഞാൽ അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോങ്ജെ ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയത്താണ് രണ്ടുപേർ അങ്ങോട്ട് വന്നിട്ട് ഡോങ്ജെ അടിച്ചു വീഴ്ത്തുന്നത്. അതിനുശേഷം ആ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കിങ് നേരെ പോകുന്നത് ആ ബാറിലേക്കാണ്. ആ ഇസുൾ മാഡത്തിനെ കാണണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അവൻ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വേറൊരാളത് കണ്ടിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ ബോസിനെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ കിം നേരെ ചെന്നിട്ട് ഇസുൾ മാഡത്തിനെ കണ്ടെത്തി. അതിനുശേഷം സുയോന്റെ കാര്യം അവളുടെ അടുത്ത് തിരക്കാൻ തുടങ്ങി. ഈ സമയം ഇസുൾ ആണെങ്കിൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ മൊത്തം കിമ്മിന്റെ അടുത്ത് പറയാണ്. ഈ സുയോൺ എന്ന് പറയുന്നത് ആ ബാറിലൊരു പാട്ടുകാരിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു പാർട്ടി നടക്കുമ്പോൾ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാർട്ടിയിൽ ചെയർമാൻ അടക്കമുള്ള പല ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. അവിടേക്ക് ഈ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ ചെയർമാൻ പറഞ്ഞിട്ടാണ്. എന്നാൽ സുയോൺ പഠിക്കുന്നത് അയാളുടെ സ്കൂളിലാണ് എന്ന കാര്യം ചെയർമാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ പാട്ട് പാടുന്നതിനിടയ്ക്കാണ് അവൾക്കൊരു കോള് വന്നത്. അത് അവളുടെ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയർമാൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോ, എന്റെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല, ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ ചെയർമാൻ എന്നാണ് അവള് പറഞ്ഞത്. അവള് ചെയർമാൻ എന്ന് വിളിച്ചപ്പോഴാണ് അവൾക്ക് തന്നെ അറിയാം എന്ന കാര്യം ചെയർമാനും മനസ്സിലായത്. ഈ സമയത്താണ് അവള് തന്റെ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നത്. അത് അയാൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഈ സമയത്താണ് വേറൊരു പോലീസുകാരൻ വന്നിട്ട് അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ചെയർമാൻ ഉടനെ തന്നെ ബോസിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അയാളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്തിനാണ് എന്റെ സ്കൂളിൽ പഠിക്കുന്ന പെമ്പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായില്ലേ? ഇനി അവളത് സ്കൂൾ മൊത്തം പാട്ടാക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ബോസിനെ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പെമ്പിള്ളേരെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തത് എന്നാണ് ബോസ് അതിന് മറുപടി പറയുന്നത്. ഈ സമയത്താണ് മുകളിൽ നിന്നൊരു നിലവിളി കേൾക്കുന്നത്. അവർ ചെന്ന് നോക്കുമ്പോൾ അത് ആ പോലീസുകാരനാണ്. അയാൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുയോൺ അയാൾ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോയതാണ്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ ബോസ് വേഗം തന്നെ അവളെ ഫോണിൽ വിളിക്കുകയാണ്. നീ ഇപ്പൊ എങ്ങോട്ട് പോയാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിന്റെ മുത്തശ്ശി ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് എന്നോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഇസുൾ മാഡം കിമ്മിന്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ സുയോണിനെ അവസാനം കണ്ടത് ആ ബോസാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോസും ടീമും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ കിമ്മുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗംഭീര ബോക്സിംഗ് ഫൈറ്റ് ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കിം എല്ലാത്തിനും ഇടിച്ചിട്ടാണ്. അതിനുശേഷം ആ ബോസിന്റെ അടുത്ത് സുയോണിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളെ വിളിച്ച് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവൻ നേരെ പോയത് ആ പെട്രോൾ പമ്പിന്റെ അടുത്തേക്കാണ്. പക്ഷെ അവളെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അങ്ങനെ അയാൾ നേരെ ആ ബാത്റൂമിന്റെ അകത്തേക്കാണ് കയറി നോക്കുന്നത്. അവിടുത്തെ കാഴ്ച അയാൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ മുഖമൂടിയിട്ട മനുഷ്യൻ സുയോണിനെ പിടിച്ച് ആ ബാത്റൂമിന്റെ അകത്തിരിക്കുകയാണ്. ഇതേ സമയം തന്നെ പ്രസന്റ് ഡേയിലാണെന്നുണ്ടെങ്കിൽ യൂജിൻ ബാത്റൂമിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ മുഖമൂടിയിട്ട മനുഷ്യൻ വന്നിട്ട് അവളെയും പിടിക്കുന്നത്. അങ്ങനെ ബോസിന് ആ മുഖമൂടിയിട്ട മനുഷ്യൻ ആരാണ് എന്ന കാര്യം മനസ്സിലായി. അയാൾ ഉടനെ തന്നെ ചെയർമാനെ വിളിക്കുകയാണ്. നിങ്ങളുടെ മകൻ ഇപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് ബോസ് ഇപ്പോ ചെയർമാനെ വിളിച്ചു പറയുന്നത്. ആ കാര്യം കിമ്മിന്റെ അടുത്ത് പറയുമ്പോൾ, ചെയർമാന്റെ മകനോ, ആരാണത്? കിം ചോദിക്കുന്നു. ഈ സമയം ബോസ് ആണെങ്കിൽ ആരാണ് ചെയർമാന്റെ മകൻ എന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ കിം അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അതിനിടയിലാണ് അവന്റെ ഫ്രണ്ടായ ഡോങ്ജെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ വിളിച്ച് ഇൻഫോർമേഷൻ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ആരോ വന്ന് എന്റെ തലക്കടിച്ചു, എന്നിട്ട് ആ ഫോണും എടുത്തോണ്ട് പോയി. ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ആ ആർട്ടുമാഷ് ഉണ്ടല്ലോ, ജീസങ്, അവനിപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഡോങ്ജെ ഇപ്പോ കിമ്മിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ആ മുഖമൂടിക്കാരൻ യൂജിനെയും കൊണ്ട് അയാളുടെ ഒരു ഹൈഡ് ഔട്ടിലേക്കാണ് ചെന്നിരിക്കുന്നത്. ഈ സമയത്താണ് ആ മുഖമൂടിക്കാരൻ ആരാണ് എന്ന കാര്യം ഒക്കെ മനസ്സിലാവുന്നത്. അത് ആ ചെയർമാന്റെ മകനായിരുന്നു. അതായത് അത് ജീസങ് തന്നെയാണ്. അവൻ ഉടനെ തന്നെ അന്ന് സുയോണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ബോസ് ചെയർമാനെ വിളിച്ചതിന് ശേഷം ചെയർമാനും ആ ബാത്റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയതുകൊണ്ട് അയാൾ ശരിക്കും ജീസങ്ങിനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ജീസങ് അവളുടെ അടുത്ത് പറയുമ്പോഴേക്കും കിം അവളെ അന്വേഷിച്ച് ജീസങ്ങിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവനിപ്പോ അവിടെ മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വാതിലിടിച്ച് പൊളിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുമ്പോൾ ജീസങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ യൂജിനെ പിടിച്ച് ഒരു അലമാരയ്ക്കകത്തേക്കിട്ട് പൂട്ടാണ്. അപ്പോഴേക്കും കിം ആണെങ്കിൽ ആ വാതിലിടിച്ച് തുറക്കുകയും ചെയ്യുന്നു. എന്നാൽ കിം ഇപ്പോൾ നിൽക്കുന്നത് ജീസങ്ങിന്റെ വീട്ടിലാണ്. ജീസങ് ഉള്ളത് വേറൊരു സ്ഥലത്താണ്. അവിടുത്തെ വാതിലിടിച്ച് പൊളിച്ചിരിക്കുന്നത് അവന്റെ അച്ഛൻ തന്നെയാണ്.
കിം ആ റൂമിന്റെ അകത്തൊക്കെ പരിശോധിക്കുമ്പോൾ അവന് മറ്റൊരു വീടിന്റെ അഡ്രസ്സ് കിട്ടുന്നുണ്ട്. അവിടെയാണ് ജീസങ് ഉണ്ടായിരിക്കുക എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയം ചെയർമാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം എല്ലാം വഷളായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ നോക്ക് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമോ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്, നിങ്ങളല്ലേ സുയോണെ കൊന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇതെല്ലാം ആ അലമാരക്കകത്തിരുന്നിട്ട് യൂജിനും കേൾക്കുന്നുണ്ട്. ഈ സമയം പാസ്റ്റിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ ബാത്റൂമിൽ വെച്ചിട്ട് ചെയർമാൻ അവൻ ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ സുയോൺ മരിച്ചുപോയി എന്നാണ് എല്ലാവരും അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ജീവനോടുള്ളത് കൊണ്ട് തന്നെ അവൾ പുറത്തുപോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ചെയർമാൻ അപ്പോൾ അവിടെ വെച്ചിട്ട് അവളെ കൊന്നു കളഞ്ഞത്. അങ്ങനെ പ്രസന്റ് ഡേയിൽ അയാൾ വീണ്ടും ജീസങ്ങിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ആ അലമാരക്കകത്തുനിന്ന് ഒരു അനക്കം കേൾക്കുന്നത്. പക്ഷെ അയാൾ അത് എന്താന്ന് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ ഫോണിൽ ഒരു കോള് വരികയാണ്. കമ്മീഷണറാണ് വിളിച്ചത്. ഉടനെ തന്നെ നിങ്ങളെ എനിക്കൊന്ന് കാണണം എന്നാണ് കമ്മീഷണർ പറഞ്ഞത്. പിന്നീട് ചെയർമാൻ ആ അലമാര തുറന്നു നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ചെയർമാൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ചെയർമാൻ പോയി കഴിഞ്ഞപ്പോൾ ജീസങ് വേഗം ആ അലമാരന്റെ വാതിൽ തുറക്കുന്നു. ഈ സമയം യൂജിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ എടുത്തിട്ട് അയാളുടെ മുഖത്തേക്ക് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നാൽ അവൾക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ജീസങ് അവളെ പിടിച്ചു. അവൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ അവൻ ഗ്ലാസ് ഒക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലൂടെ നടന്നിട്ടാണ് അവളുടെ അടുത്തേക്ക് അവൻ പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തിനിടയിൽ അവളെ നേരെ മറിഞ്ഞ് ആ ഗ്ലാസ് കഷ്ണങ്ങൾക്ക് മുകളിലേക്കാണ് വീഴുന്നത്. ആ ഗ്ലാസ് ഒക്കെ ദേഹത്ത് കുത്തി കയറുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് കിം അങ്ങോട്ട് വരുന്നത്. യൂജിൻ അവിടെ വീണ് കിടക്കുന്ന കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അവൾക്ക് ഇപ്പൊ ബോധം പോയിരിക്കുകയാണ്. അങ്ങനെ കിം അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജീസങ് അങ്ങോട്ട് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. എല്ലാം കൂടെ ആയപ്പോൾ കിമ്മിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീസങ്ങിന് ഇപ്പോ ഒരു പഞ്ചിങ് ബാഗ് ആയിട്ടാണ് കിം കാണുന്നത്. സെക്കൻഡ് കൊണ്ട് തന്നെ അവനെ വലിച്ചു വാരി നിലത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ പണി തീർത്തിട്ട് കിം യൂജിനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ജീസങ്ങുമായിട്ടുള്ള ഫൈറ്റിൽ കിമ്മിന്റെ ശരീരത്തിലും നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ അവൻ അവന്റെ കാര്യം നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനുവേണ്ടി വളരെ വേഗത്തിലാണ് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവൾക്ക് ബോധം വന്നിട്ട് യൂജിൻ ഒരു കാര്യം പറയുന്നുണ്ട്. സുയോണെ കൊന്നത് ആ ചെയർമാൻ ആണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ കിം ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിനുശേഷം അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് ന്യൂസിൽ ആ റിപ്പോർട്ട് കാണുന്നത്. ആ ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്നത് ചെയർമാനാണ്. അയാൾ ഇപ്പൊ ഗവർണറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ന്യൂസിൽ കാണിക്കുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൻ വേഗം തന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇലക്ഷൻ ജയിച്ച സന്തോഷത്തിൽ ചെയർമാൻ അയാളുടെ കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കിം അയാളെ വന്നിട്ട് ക്രോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ കാർ ആക്സിഡന്റ് ആവുകയാണ്. അങ്ങനെ കിം വേഗം തന്നെ ഇറങ്ങിയിട്ട് അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്കറിയോ, ഞാൻ ഇനി ഇവിടുത്തെ ഗവർണറാണ്, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് കുറെ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ചെയർമാൻ വിചാരിച്ചത് അത് അവനെ പിടിക്കാൻ വന്ന പോലീസുകാരാണെന്നാണ്. എന്നാൽ അയാൾക്ക് തെറ്റി. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുയോണെ കൊന്നത് ചെയർമാനാണ് എന്നതിനെ കുറിച്ചുള്ള തെളിവുകളൊക്കെ കിം പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ചെയർമാനെ പിടിക്കാനാണ് ആ പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി പോലീസുകാർ വന്നിട്ട് ചെയർമാനെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അയാളുടെ പേരിൽ അവിടെ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ മൊത്തം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചുകൊണ്ട് തന്നെ കിം ആണെങ്കിൽ അയാളുടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഡോങ്ജെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി, നിങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ഡോങ്ജെ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവരിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം ജിം അവിടെ നിന്ന് പോവാണ്. അവനിപ്പോ ചെന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പക്ഷെ യൂജിൻ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അവളെ ഉണർത്താതെ അവൾക്ക് വേണ്ടി ഒരു പാവയെ അവിടെ വെച്ചിട്ടാണ് കിം അവിടെ നിന്ന് പോകുന്നത്. അവൾ ഉണർന്നു കഴിയുമ്പോൾ ആ പാവയാണ് ആദ്യം കാണുന്നത്. അത് കിമ്മാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളാണെങ്കിൽ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ കിം ഉടനെ തന്നെ ആ ഗ്രാമവും വിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. തന്റെ ജോലി പോയെങ്കിലും തനിക്കിപ്പോ നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്നൊരു സന്തോഷത്തിലാണ് അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു ജോലി അന്വേഷിച്ച് പുതിയൊരു സ്കൂളിലേക്ക് അയാൾ യാത്രയാവുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.